ഹലോ, വെൽക്കം ടു ഡേ 3 ഓഫ് 21 ഡേ ചാലഞ്ച്. രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല മഞ്ഞ്, എന്നാൽ വലിയ തണുപ്പില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മൂവാറ്റുപുഴയുടെ ഒരു ഹയ്യസ്റ്റ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് ബാക്ക് സൈഡിലുള്ളൊരു വ്യൂ ആണേ, അടിപൊളിയാണ്. പിന്നെ ഇന്ന് അച്ഛനെയും കൊണ്ട് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി സെൻറ്ററിലേക്ക് ഒന്ന് ചെന്നു. അവിടെ നമ്മുടെ യോഗ ടീച്ചർ 6 മണിക്ക് തന്നെ യോഗ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് മാധു, നമ്മുടെ സെൻറ്ററിലെ യോഗ ടീച്ചർ. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് മാധു ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും രാവിലത്തെ ന്യൂട്രീഷൻ ഷേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ റെഡിയാക്കി തന്നു. അതും കഴിച്ച് ഞങ്ങൾ 3 പേരും രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ നമ്മളങ്ങോട്ട് എത്തി. ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ അച്ഛനാണ് കേട്ടോ. എന്ത് കാര്യം പറഞ്ഞാലും റെഡിയാണ് ആൾ ചെയ്യാൻ. സോ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് കൂടെ നിന്ന് ചെയ്തു തരുന്ന ഒരാളാണ്. ഏത് ആംഗിളിൽ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ആളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾ നന്നായിട്ട് ചെയ്തു തരും. അത് അച്ഛനും അതെ അമ്മയും അതെ. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇടം വലം നിന്ന് എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേരും എപ്പോഴും റെഡിയാണ് കേട്ടോ. അത് കല്യാണത്തിന് ശേഷമാണെങ്കിലും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കെപ്പോഴും മൾട്ടി ടാസ്കിങ് ആയിട്ട് ഇങ്ങനെ ഓടി നടക്കാൻ പറ്റുന്നത്. ഐ ആം സോ ഹാപ്പി ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതിനൊപ്പം നിൽക്കാനാണ് അവരെപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ. ലൈഫിലെ പ്രധാനപ്പെട്ട എല്ലാ ഡിസിഷൻസിലും ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത്, എൻ്റെ പ്രയോറിറ്റി എന്താണോ അതിൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണ് അവരെപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ. അതൊക്കെ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഐ എം സോ ലക്കി ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. ദേ ആർ ദ ബെസ്റ്റ്. അവർ തന്നെയാണ് ബെസ്റ്റ് പാരൻസ്. പല ഡെസിഷൻസിലും പല സിറ്റുവേഷൻസിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ രീതിയിലാണ് അവരെന്നെ അന്നും ഇന്നും എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അച്ഛൻ എന്താണൊരു മെഡിക്കൽ എമർജൻസി വന്നതെന്ന് ചോദിച്ചാൽ, ആൾക്കൊരു കിഡ്നി സ്റ്റോൺ സർജറി ഉണ്ടായിരുന്നു ലാസ്റ്റ് മന്ത്. ചെറുതൊന്നുമല്ല, ലോകത്തിലെ 2ാമത്തെ വലിയ കിഡ്നി സ്റ്റോൺ ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ യൂറോളജി വിഭാഗം ഡോക്ടർ അനൂപ് കൃഷ്ണനാണ് സർജറി ചെയ്തത്. പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അടിസ്ഥാന സൗകര്യങ്ങളും അവിടുത്തെ സർവീസുകളും ഒക്കെ വളരെയധികം നിലവാരം പുലർത്തുന്നവയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി ആയിട്ട് പോലും വളരെ ഭംഗിയായിട്ട് തന്നെ ഡോക്ടർ അത് കൈകാര്യം ചെയ്തു. അതിൻ്റെ ഒരു റീവിസിറ്റിന് വന്നതാണ് ഞങ്ങൾ. ഒരു സ്റ്റെൻറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു ചെറിയ പ്രോസസ്സ് കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ സമയത്തിന് തന്നെ അവിടെ എത്തി. പിന്നെ അറിയാലോ, ചെന്ന് കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾക്കായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടതായിട്ടുണ്ട്. എന്നാലും നമ്മുടെ ചാലഞ്ചിന് മുടക്കം വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കവർ ചെയ്യേണ്ട വാട്ടർ ഇൻടേക്ക് കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ എനിക്ക് പറ്റി. ഞാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും നമ്മളൊരു വാട്ടർ ബോട്ടിലുമായിട്ട് വേണം കേട്ടോ പോവാൻ. കാരണം നമ്മുടെ വാട്ടർ ഇൻടേക്ക് കറക്റ്റായാൽ തന്നെ നമുക്കെപ്പോഴും ഒരു നല്ല ഫ്രഷ്നെസ്സും ഓടി നടക്കാനുള്ള ഊർജ്ജമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഓരോരുത്തർക്കും കുടിക്കേണ്ട അളവിലുള്ള വെള്ളം ഡെയിലി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഞാൻ എപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന 3 കാര്യങ്ങളാണ് ഷുഗർ, സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പോൾ ഈ 21 ഡേ ചാലഞ്ചിൽ എന്തായാലും നമ്മളത് കട്ടൻട്രി ആയിട്ട് ഫോളോ ചെയ്തിരിക്കും. പക്ഷേ നമ്മളെ പ്രലോഭിപ്പിക്കാൻ ഇങ്ങനെ പല സാധനങ്ങളും ചില്ലുകൂട്ടിൽ നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ നമ്മൾ വീഴരുത്. ഓക്കെ. അൺഎക്സ്പെക്റ്റഡായിട്ട് അച്ഛനെ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആക്കി കേട്ടോ. നാളെയാണ് പ്രൊസീജിയർ ചെയ്യുള്ളൂ. സോ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്ത് പോയിട്ടൊരു വെജ് മീൽസ് കഴിച്ചു. ഹോട്ടലിൽ നിന്നാണെങ്കിലും ചോറിൻ്റെ അളവൊക്കെ മാക്സിമം കുറച്ച് തോരനും മറ്റ് കറികളിലെ കഷ്ണങ്ങളൊക്കെ കൂടുതൽ കഴിച്ചിട്ടാണ് ഫുഡ് ഫിനിഷ് ചെയ്തത്. ഒരു ചെറിയ സന്തോഷം. പിന്നെ ഞങ്ങൾ അഡ്മിറ്റ് ആകാൻ പാകത്തിനൊന്നും പ്രിപ്പയർഡ് ആയിട്ടായിരുന്നില്ല വന്നത്. പക്ഷേ സംഹൗ മാനേജ്ഡ്. നിന്നല്ലേ പറ്റുള്ളൂ. നമ്മുടെ വെൽനസ് സെൻറ്ററിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഫോൺ വഴി കോർഡിനേറ്റ് ചെയ്തു കേട്ടോ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രാത്രി ഭക്ഷണം
ചോറല്ലാത്ത എന്തെങ്കിലും കുറച്ച് നേരത്തെ തന്നെ കഴിക്കണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡേ 3 ഇവിടെ സക്സസ്ഫുള്ളായിട്ട് എൻഡ് ആവുകയാണ്. നാളെ കാണാം.